നമസ്കാരം, ഞാൻ രജനി അഭിലാഷ്. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊളംബിയയിൽ മഞ്ഞപ്പനി പടരുന്നു. 34 മരണം. രാജ്യവ്യാപകമായി ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളും ജാഗ്രതയിൽ. ട്രംപിന്റെ താരിഫ് എഫക്റ്റിൽ US ഭക്ഷ്യസുരക്ഷ അവതാളത്തിൽ. ഭക്ഷ്യപരിശോധന ലബോറട്ടറികൾക്കായുള്ള ഗുണനിലവാര നിയന്ത്രണ പരിപാടി താൽക്കാലികമായി നിർത്തിവെച്ചു. ബെലീസിൽ ചെറു യാത്രാ വിമാനം തട്ടിക്കൊണ്ടുപോയ US പൗരനെ സഹയാത്രികൻ സ്വയരക്ഷയ്ക്കിടെ വെടിവെച്ചു കൊന്നു. യൂറോപ്യൻ യൂണിയനും USഉം തമ്മിലുള്ള വ്യാപാര താരിഫ് വിടവ് നികത്താൻ വാഷിംഗ്ടണിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ട്രംപ് റോമിലേക്ക്. സെപ്റ്റംബറിൽ UK സന്ദർശനത്തിനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് നിർമ്മിത കപ്പലുകൾക്ക് പുതിയ പോർട്ട് ഫീസ് ഏർപ്പെടുത്തി അമേരിക്ക. നീക്കം ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചൈനയുടെ ആധിപത്യം തടയുന്നതിനും. GCC ഗതാഗത വാരത്തോടെ അനുബന്ധിച്ച് ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. മിഡിൽ ഈസ്റ്റിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നായ മാൾ ഓഫ് എമിറേറ്റ്സ് വികസിപ്പിക്കുന്നു. മാളിൽ വരുന്നത് 500 കോടി ദിർഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ. സ്ത്രീകളെയും ഹിന്ദുക്കളെയും കുറിച്ചുള്ള അശ്ലീല തമാശയ്ക്ക് തമിഴ്നാട് മന്ത്രി K. പൊന്മുടിക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സഭാ ബിഷപ്പുമാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തും. വാർത്തകൾ വിശദമായി. കൊളംബിയയിൽ മഞ്ഞപ്പനി ബാധയെ തുടർന്ന് രാജ്യവ്യാപകമായി ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. കൊതുകുകൾ പരത്തുന്ന മഞ്ഞപ്പനി ബാധിച്ച് 34 പേർ മരിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. വൈറസ് ബാധയെ പ്രതിരോധിക്കാൻ ഈസ്റ്റർ വാരാന്ത്യത്തിന് മുമ്പ് വാക്സിനേഷൻ എടുക്കാൻ സർക്കാർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ഈ സമയത്ത് നിരവധി കൊളംബിയക്കാർ രോഗം പരത്തുന്ന കൊതുകുകൾ കൂടുതൽ ചൂടുള്ള പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നത് കണക്കിലെടുത്താണ് മുൻകരുതൽ. ഇതോടെ ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളും അതീവ ജാഗ്രതയിലാണ്. വെനിസുലൻ, ബ്രസീൽ, ഇക്വഡോർ, പെറു, പനാമ തുടങ്ങിയ കൊളംബിയയുടെ അയൽ രാജ്യങ്ങളും ജാഗ്രതയിലാണ്. ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്നവർ വാക്സിനേഷൻ തെളിവ് കാണിക്കേണ്ടി വരുമെന്നും ആരോഗ്യമന്ത്രി ഗില്ലർമോ അൽഫോൺസോ ജെറാമില്ലോ പറഞ്ഞു. ഈ പകർച്ചവ്യാധി സമയത്ത് കൊളംബിയയിൽ ഇതുവരെ 74 മഞ്ഞപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും കൊളംബിയയിൽ വാക്സിൻ സൗജന്യമാണെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു. USലെ ട്രംപ് താരിഫ് എഫക്റ്റിൽ ഭക്ഷ്യസുരക്ഷ വരെ അവതാളത്തിലാകുന്നു. ആരോഗ്യ മനുഷ്യസേവന വകുപ്പിലെ ജീവനക്കാരെ വെട്ടിക്കുറച്ചതിന്റെ ഫലമായി ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ ഭക്ഷ്യപരിശോധന ലബോറട്ടറികൾക്കായുള്ള ഗുണനിലവാര നിയന്ത്രണ പരിപാടി താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് റിപ്പോർട്ട്. ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനായി ഭക്ഷണം പരിശോധിക്കുന്ന ഏകദേശം 170 ലാബുകളുടെ ഏജൻസികളുടെയും ശൃംഖലയുടനീളം സ്ഥിരതയും കൃത്യതയും ഉറപ്പാക്കുന്നതാണ് PFDAയുടെ ഫുഡ് എമർജൻസി റെസ്പോൺസ് നെറ്റ്വർക്കിന്റെ പ്രാവീണ്യ പരിശോധനാ പരിപാടി. ഇതാണിപ്പോൾ ട്രംപ് കാരണം അവതാളത്തിലായിരിക്കുന്നത്. 20,000-ഓളം HHS ജീവനക്കാരെ പിരിച്ചുവിട്ടതോടെ പക്ഷിപ്പനി, മയക്കുമരുന്ന് അവലോകനങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്തു. കരീബിയൻ രാജ്യമായ ബെലീസിൽ ഒരു ചെറിയ യാത്രാ വിമാനം തട്ടിക്കൊണ്ടുപോയ US പൗരനെ സഹയാത്രികൻ സ്വയരക്ഷയ്ക്കിടെ വെടിവെച്ചു കൊന്നു. ഹൈജാക്കിങ്ങിൽ 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. അകിനേല സാവ ടൈലർ എന്ന ഹൈജാക്കർ 14 യാത്രക്കാരുണ്ടായിരുന്ന വിമാനത്തിന്റെ നിയന്ത്രണമാണ് കത്തിമുനയിൽ നിർത്തി ഏറ്റെടുത്തത്. പിന്നിൽ നിന്നും കുത്തേറ്റ 2 യാത്രക്കാർക്ക് പരിക്കേറ്റു. പൈലറ്റിനോട് ടൈലർ അദ്ദേഹത്തെ രാജ്യത്തിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഒരു യാത്രക്കാരൻ അക്രമിയുടെ നെഞ്ചിൽ വെടിവെച്ചു എന്ന് ബെലീസിന്റെ പോലീസ് കമ്മീഷണർ ചെസ്റ്റർ വില്യംസ് പറഞ്ഞു. ഇന്ധനം തീർന്നു പോകുന്ന അവസ്ഥയിൽ ബെലീസ് സിറ്റിക്കടുത്തുള്ള തീരദേശ പ്രദേശത്ത് ക്രമരഹിതമായി വട്ടമിട്ടു പറന്ന ശേഷം വിമാനം ഫിലിപ്പ് ഗോൾഡൻസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്തതോടെ ബണ്ടി നാടകത്തിന് അവസാനമായി. കൊറോസലിൽ നിന്നും സാൻ പെട്രോയിലേക്ക് പോകുമ്പോഴാണ് വിമാനം ഹൈജാക്ക് ചെയ്തത്. വിമാനത്തിലുണ്ടായിരുന്ന യാത്രക്കാർ ബന്ധപ്പെട്ടതിനെ തുടർന്ന് വിമാനം എവിടെ ഇറങ്ങുമെന്ന് ഉറപ്പില്ലാത്തതിനാൽ വിവിധ വിമാനത്താവളങ്ങൾ പോലീസിനെ വിന്യസിച്ചു. ഒരു രക്ഷാ ഹെലികോപ്റ്ററും വിമാനം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. പടിഞ്ഞാറിനെ മഹത്തരമാക്കുകയാണോ അതോ ട്രംപിനെ കൊണ്ട് കുമ്പസരിപ്പിച്ച് മാനസാന്തരം വരുത്തിക്കുകയാണോ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുടെ ലക്ഷ്യമെന്ന് കണ്ടറിയണം. വ്യാപാര താരിഫ് സംഘർഷങ്ങൾക്കിടയിൽ യൂറോപ്യൻ യൂണിയനും USഉം തമ്മിലുള്ള വിടവ് നികത്താൻ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ട്രംപുമായി വാഷിംഗ്ടണിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി.
തൊട്ടു പിന്നാലെ റോമിലേക്കുള്ള ഔദ്യോഗിക യാത്രയ്ക്കുള്ള തന്റെ ക്ഷണം ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചതായി ജോർജിയ മെലോണി പറഞ്ഞു. ട്രംപിന്റെ യാത്ര സമീപഭാവിയിൽ നടക്കാമെന്നും മറ്റ് യൂറോപ്യൻ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അവസരം നൽകുമെന്നും മെലോണി വ്യക്തമാക്കി. മെലോണി അതിശയകരമായ ഒരു ജോലി ചെയ്യുന്നു എന്നും യൂറോപ്പിനെ കൊടുങ്കാറ്റായി ഏറ്റെടുത്തു എന്നും ട്രംപ് വ്യാഴാഴ്ച ഉച്ചകോടിക്കിടെ വിശേഷിപ്പിച്ചു. സെപ്റ്റംബറിൽ തന്റെ രണ്ടാമത്തെ സംസ്ഥാന സന്ദർശനത്തിനായി യുകെയിലേക്ക് പോകുമെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വ്യാപാര പങ്കാളികൾക്ക് ട്രംപ് നിരവധി താരിഫുകൾ ഏർപ്പെടുത്തിയ ആശങ്കകൾക്ക് പിന്നാലെ ചാൾസ് രാജാവ് US പ്രസിഡന്റിനെയും പ്രഥമ വനിതയും സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. വിൻസർ കാസിലായിരിക്കും ചർച്ചാവേദി എന്ന് പ്രതീക്ഷിക്കുന്നു. UK സർക്കാരുമായി താരിഫും വ്യാപാര കരാറുകളും സംബന്ധിച്ച ചർച്ച നടത്തുമെന്നും ട്രംപ് സൂചിപ്പിച്ചു. ചൈനീസ് നിർമ്മിതവും പ്രവർത്തിപ്പിക്കുന്നതുമായ കപ്പലുകൾക്ക് പുതിയ പോർട്ട് ഫീസ് ഏർപ്പെടുത്താൻ അമേരിക്ക തീരുമാനിച്ചു. ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഈ മേഖലയിലെ ചൈനയുടെ ആധിപത്യം തടയുന്നതിനുമായാണ് പുതിയ നീക്കം. പുതിയ നിരക്കുകൾ ഭൂരിഭാഗവും ഒക്ടോബർ മധ്യത്തിൽ ആരംഭിക്കും. ഈ തീരുമാനം ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകളെ ചൊല്ലി USഉം ചൈനയും തുടരുന്ന വലിയ വ്യാപാര യുദ്ധത്തിൽ കൂടുതൽ സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ചേക്കാം. അമേരിക്കൻ സാമ്പത്തിക സുരക്ഷയ്ക്കും വാണിജ്യത്തിന്റെ സ്വതന്ത്രമായ ഒഴുക്കിനും US നിർമ്മിത കപ്പലുകളും ഷിപ്പിംഗും നിർണായകമാണ് എന്ന് പുതിയ ഫീസ് പ്രഖ്യാപിച്ചുകൊണ്ട് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ പറഞ്ഞു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി വൈറ്റ് ഹൗസിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഉക്രൈൻ, നിരവധി ഉഭയകക്ഷി വിഷയങ്ങൾ എന്നീ വിഷയങ്ങൾ ചർച്ചയായി. യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചകളെ സംബന്ധിച്ച് 100% വ്യാപാര കരാർ ഉണ്ടാകും എന്ന് ട്രംപ് പ്രതികരിച്ചു. അത് ന്യായമായ ഒരു കരാർ ആയിരിക്കുമെന്നും തിടുക്കമില്ലെന്നും ട്രംപ് വ്യക്തമാക്കി. ഉക്രൈനുമായുള്ള ധാതു കരാർ ഒപ്പിടാൻ അടുത്തുവെന്നും US അധികൃതരും സൂചന നൽകി. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും വൈറ്റ് ഹൗസ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ബ്രിട്ടീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, ഉക്രൈനി ഉദ്യോഗസ്ഥരുമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പാരീസിൽ ആതിഥ്യം വഹിച്ച വിപുലമായ ചർച്ചകളിൽ പങ്കെടുത്തു. ട്രംപും USഉം യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും എല്ലാ കക്ഷികളും ഒരു കരാറിലെത്താൻ പ്രതിജ്ഞാബദ്ധരായാൽ സമാധാനം സാധ്യമാണ് എന്നും റൂബിയോ തന്റെ റഷ്യൻ സ്റ്റേറ്റ് സെക്രട്ടറി സെർജി ലാവ്റോവോട് പറഞ്ഞു. ചൈനയുമായുള്ള റഷ്യയുടെ കൂടുതൽ അടുത്ത സഹകരണത്തെക്കുറിച്ചും കൂടുതൽ സൈനികരെ അണിനിരത്താനുള്ള സാധ്യതയെക്കുറിച്ചും ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി മുന്നറിയിപ്പ് നൽകി. വൈറ്റ് ഹൗസ് പ്രതിനിധി വിറ്റ്കോഫിനെ റഷ്യൻ കഥകൾ പ്രചരിപ്പിച്ചതിന് സെലൻസ്കി കുറ്റപ്പെടുത്തി. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ഇന്റർസിറ്റി ലൈനിൽ അടുത്ത 4 ദിവസങ്ങളിൽ ട്രെയിൻ യാത്രക്കാർക്ക് തടസ്സം നേരിടാമെന്ന് മുന്നറിയിപ്പ്. ഈസ്റ്റർ ആഘോഷം റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മാർഗങ്ങളിൽ തിരക്കേറുമെന്നാണ് സൂചന. വാരാന്ത്യത്തിൽ വെസ്റ്റ് കോസ്റ്റ് മെയിൻ ലൈനിൽ എഞ്ചിനീയറിംഗ് ജോലികൾ നടക്കും. ലണ്ടൻ ഹ്യൂസ്റ്റണിൽ നിന്നും മിൽട്ടൺ കീൻസിലേക്കുള്ള സർവീസുകൾ വെട്ടിക്കുറയ്ക്കുകയും കാർലൈനിന് വടക്ക് ഗ്ലാസ്ഗോയിൽ യാത്രക്കാരെ കൊണ്ടുപോകാൻ പകരം ബസ്സുകൾ ഉപയോഗിക്കുകയും ചെയ്യും. ഗുഡ് ഫ്രൈഡേയിലും ഈസ്റ്റർ തിങ്കളാഴ്ചകളിലും ലണ്ടനിൽ നിന്നും ബെർഹാമിലേക്കും മാഞ്ചസ്റ്ററിലേക്കും പരിമിതമായ സർവീസുകൾ ഉണ്ടാകും. ശനി, ഞായർ ദിവസങ്ങളിൽ നേരിട്ടുള്ള ഫാസ്റ്റ് ട്രെയിനുകൾ ഉണ്ടാകില്ല. ലണ്ടൻ വിക്ടോറിയ സ്റ്റേഷൻ ഭാഗികമായി അടച്ചിടുകയും സൗത്ത് ഈസ്റ്റേൺ സർവീസുകൾ വഴിതിരിച്ചു വിടുകയും തിരക്ക് സതാംപ്ടണിൽ ചുറ്റുമുള്ള ലൈനുകൾ ബാധിക്കുകയും ചെയ്യും. ആൽപ്സ് പർവ്വതനിരകളിൽ കനത്ത മഞ്ഞുവീഴ്ച. നിരവധി ടൂറിസ്റ്റുകൾ റിസോർട്ടുകളിൽ കുടുങ്ങി. ഏപ്രിലിൽ ആൽപ്സ് മഞ്ഞ് അസാധാരണമല്ലെങ്കിലും കിഴക്കൻ ഫ്രാൻസിലെ സാവോയ് മേഖലയിൽ ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി തടസ്സം ഉണ്ടായി. ഹിമപാത സാധ്യത കൂടുതലാണെന്നും പട്ടണത്തിന് മുകളിൽ 1 മീറ്ററിലധികം മഞ്ഞ് വീണതിനെ തുടർന്ന് ആളുകളെ സംരക്ഷിക്കാൻ നടപടിയെടുത്തതായും ഡിഗ്നസ് മേയർ സെർജ് റിവിയൽ പറഞ്ഞു. വ്യാഴാഴ്ച ആൽപ്സിൽ കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്നതിനാൽ സ്വിറ്റ്സർലാൻഡിലെ സെർമാറ്റ് സ്കീം റിസോർട്ടിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. ഫ്രഞ്ച് റിസോർട്ടായ ഡിഗ്നസിൽ വിനോദസഞ്ചാരികളോടും താമസക്കാരോടും അതിനുള്ളിൽ തന്നെ തുടരാൻ നിർദ്ദേശിച്ചു. അയൽ രാജ്യമായ സ്വിറ്റ്സർലൻഡിൽ ഇറ്റലിയിലേക്കുള്ള സിംപ്ലോൺ പാസ്, ഗ്രേറ്റ് സെന്റർ ബെർണാൾഡ് ടണൽ എന്നിവ ഗതാഗതത്തിന് അടച്ചു. അതേസമയം 2 കന്റോണുകളെ സാരമായി ബാധിച്ചു. മൊബൈൽ ഫോണില്ലാതെ ഡ്രൈവ് ചെയ്യൂ എന്ന മുദ്രാവാക്യത്തിൽ സംഘടിപ്പിക്കുന്ന GCC ഗതാഗത വാരത്തോട് അനുബന്ധിച്ച് ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. സുരക്ഷിത ഡ്രൈവിംഗ് ആഹ്വാനം ചെയ്ത പോലീസ് റോഡിൽ നിന്നും ശ്രദ്ധ മാറരുതെന്നും നിർദ്ദേശം നൽകി. വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് തിരയുന്നതും സമൂഹമാധ്യമം ഉപയോഗിക്കുന്നതും ഫോണിൽ ഫോട്ടോസ് എടുക്കുന്നത് അടക്കമുള്ള മോശം പ്രവണതകൾ ഗുരുതര അപകടങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അബുദാബി പോലീസ് ഓർമ്മിപ്പിച്ചു. ദുബായ് നഗരത്തിലെ ഗതാഗത രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുന്നു. പുതിയ മെട്രോ ലൈനുകൾ, അത്യാധുനിക ട്രാം സംവിധാനങ്ങൾ,
സ്വയം ഓടുന്ന ടാക്സികൾ, പറക്കും ടാക്സികൾ എന്നിവയെല്ലാം നഗരത്തിലെ യാത്രാ സൗകര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തും. UAEയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന എത്തിഹാദ് റെയിൽ പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാകും. UAEയിലെ പൊതുഗതാഗത സംവിധാനം നഗരത്തിനകത്തും രാജ്യത്തിലെ മറ്റു ഭാഗങ്ങളിലേക്കും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ സഹായിക്കും. ഇത് കൂടുതൽ ഗുണമാകുന്നത് രാജ്യത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്കായിരിക്കും. പുതിയ മെട്രോ ലൈനുകൾ, അത്യാധുനിക ഗതാഗത സംവിധാനങ്ങൾ എന്നിവ പൂർത്തിയാകുന്നതോടെ രാജ്യത്തെ യാത്രാരീതികൾ അടിമുടി മാറും. മിഡിൽ ഈസ്റ്റിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നായ മാൾ ഓഫ് എമിറേറ്റ്സ് വികസിപ്പിക്കുന്നു. 500 കോടി ദിർഹത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് മാളിൽ വരുന്നത്. 20,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ 100 പുതിയ കടകൾക്ക് കൂടി മാളിൽ ഇടം നൽകും. കൂടുതൽ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ എത്തും. ഫാഷൻ ബ്രാൻഡുകൾ, റെസ്റ്റോറന്റുകൾ, വിനോദ സൗകര്യങ്ങൾ എന്നിവ പഴയതിലും മികച്ചതായി ഉണ്ടാകും. കൂടുതൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. മാളിന്റെ വിപുലീകരണം 2025 പൂർത്തിയാകും. അതോടെ ഇത് ദുബായിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാളുകൾ ഒന്നായി മാറും. ഈസ്റ്ററിന് ഏപ്രിൽ 18 മുതൽ 20 വരെയുള്ള വാരാന്ത്യത്തിൽ ജബൽ അലിയിൽ ചർച്ചിലേക്ക് സന്ദർശകരെ സൗജന്യമായി ബസ്സുകളിൽ കൊണ്ടുപോകുമെന്ന് ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. രാവിലെ 8 മുതൽ രാത്രി 8 വരെ ബസ്സുകൾ സർവീസ് നടത്തും. എനർജി മെട്രോ സ്റ്റേഷനിൽ നിന്നും ജബൽ അലിയിലെ പള്ളി സമുച്ചയങ്ങളിലേക്ക് സന്ദർശകരെ കൊണ്ടുപോകും. ഔദ് മേത്ത സ്റ്റേഷനിൽ നിന്നും നടക്കാവുന്ന ദൂരമുള്ള ഔദ് മേത്തയിലെ സ്ഥലത്തേക്ക് സന്ദർശകർക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നും RTA അറിയിച്ചു. ഇനിയൊരു ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. നാഷണൽ ഹൈലൈറ്റ്സ്. സ്ത്രീകളെയും ഹിന്ദുക്കളെയും കുറിച്ചുള്ള അശ്ലീല തമാശയ്ക്ക് തമിഴ്നാട് മന്ത്രി K. പൊന്മുടിക്കെതിരെ കേസെടുക്കാൻ മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. പൊന്മുടിക്കെതിരെ FIR ഫയൽ ചെയ്യണമെന്ന നിർദ്ദേശം അവഗണിച്ചാൽ സ്വമേധ നടപടിയെടുക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നടന്ന യോഗത്തിൽ ശൈവ വൈഷ്ണവ വിശ്വാസങ്ങളെക്കുറിച്ച് മന്ത്രി പൊന്മുടി നടത്തിയ ലൈംഗിക അധിക്ഷേപം വിവാദമായിരുന്നു. വിവിധ പാർട്ടികൾ ഇതിനെ അപലപിച്ചു. ഇന്ത്യൻ രാജ്യഭരണകാലത്തിന്റെ 259 വർഷത്തെ ചരിത്രം പേറുന്ന 23.24 ക്യാരറ്റ് നീലരത്നമായ ഗോൾക്കൊണ്ട ബ്ലൂ മെയ് 14 ജനീവയിൽ ക്രിസ്റ്റീസ് ലേലത്തിന് എത്തിക്കുന്നു. 430 കോടി വരെയാണ് വില പ്രതീക്ഷിക്കുന്നത്. പേർഷ്യൻ ഡിസൈനറായ ജാർ ഡിസൈനർ ചെയ്ത മോതിരത്തിലാണ് രത്നമുള്ളത്. തെലങ്കാനയിലെ ഗോൾക്കൊണ്ട മൈനുകളിൽ നിന്നും ഖനനം ചെയ്തെടുത്ത രത്നം ഇൻഡോർ ബറോഡ രാജാക്കന്മാരിലൂടെ കൈമാറിയാണ് നിലവിലെ ഉടമകളിലെത്തിയത്. ലോകത്തിലെ ഏറ്റവും അപൂർവമായ നീലരത്നങ്ങളിലൊന്നാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സഭാ ബിഷപ്പുമാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തും. കേരളത്തിന്റെ ഡൽഹിയിലെ പ്രതിനിധി KV തോമസ് വഴിയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടൽ. മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് പുതിയ വഖഫ് ബില്ല് കൊണ്ടാകില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ നീക്കം. ഈസ്റ്ററിനു ശേഷം ചർച്ചയുണ്ടാകുമെന്നാണ് വിവരം. മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കൽ വ്യക്തമാക്കി. വഖഫ് ബില്ലുകൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് ഇപ്പോൾ മനസ്സിലായെന്നും വർഗീസ് ചക്കാലയ്ക്കൽ വ്യക്തമാക്കി. മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കണമെന്ന് കരുതിയാണ് വഖഫ് ബില്ലിന് പിന്തുണ നൽകിയതെന്നും പുതിയ സാഹചര്യത്തിൽ പിന്തുണ പുനഃപരിശോധിക്കാവുന്നതാണെന്നും അദ്ദേഹം കോഴിക്കോട് വ്യക്തമാക്കി. മുനമ്പം പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു വഖഫ് ബില്ലിനെ KCBC അടക്കം പിന്തുണ നൽകിയിരുന്നത്. എന്നാൽ മുനമ്പം വിഷയം പരിഹരിക്കാൻ ഇനിയും നിയമപോരാട്ടം തുടരേണ്ടി വരുമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജ്ജു സൂചിപ്പിച്ചിരുന്നു. അതേസമയം മുനമ്പം സമരസമിതിയുടെ ഭാരവാഹികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുമെന്ന് BJP നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ തെറ്റിദ്ധരിപ്പിച്ചെന്നും നിയമ ഭേദഗതി കൊണ്ട് ശാശ്വത പരിഹാരമാകാത്തതിൽ നിരാശയുണ്ടെന്നും സീറോ മലബാർ സഭയും പ്രതികരിച്ചു. UK പൗണ്ട് ഇന്നത്തെ മൂല്യം: ഒരു പൗണ്ട് 113.24 ഇന്ത്യൻ രൂപ. ഒരു US ഡോളർ 85.39 ഇന്ത്യൻ രൂപ. ഒരു യൂറോ 97.11 ഇന്ത്യൻ രൂപ. ഒരു പൗണ്ട് 1.33 US ഡോളർ. ഇനി സ്പോർട്സ്. ദക്ഷിണാഫ്രിക്കയിലെ പോർച്ചെ സ്ട്രോം ഇൻവിറ്റേഷണൽ മത്സരത്തിൽ സ്വർണം നേടി ഇന്ത്യയുടെ ജാവലിൻ ത്രോം താരം നീരജ് ചോപ്ര. 84.52 മീറ്റർ ദൂരം എറിഞ്ഞാണ് നീരജ് സ്വർണം നേടിയത്. 6 പേർ പങ്കെടുത്ത മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയുടെ ഡൗൺ സ്മിത്തിനെയാണ് നീരജ് പിന്തള്ളിയത്. 82.44 മീറ്റർ ദൂരം എറിഞ്ഞാണ് ഡോവിന്റെ വെള്ളി നേട്ടം. 71.22 മീറ്റർ എറിഞ്ഞ ഡങ്കൻ റോബർട്ട് സൺ മൂന്നാമതെത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊളംബിയയിൽ മഞ്ഞപ്പനി പടരുന്നു. 34 മരണം. രാജ്യവ്യാപകമായി ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു.
ദക്ഷിണ അമേരിക്കൻ രാജ്യങ്ങളും ജാഗ്രതയിൽ. ട്രംപിന്റെ താരിഫ് എഫക്റ്റിൽ US ഭക്ഷ്യസുരക്ഷ അവതാളത്തിൽ. ഭക്ഷ്യപരിശോധന ലബോറട്ടറികൾക്കായുള്ള ഗുണനിലവാര നിയന്ത്രണ പരിപാടി താൽക്കാലികമായി നിർത്തിവെച്ചു. ബെലീസിൽ ചെറു യാത്രാ വിമാനം തട്ടിക്കൊണ്ടുപോയ US പൗരനെ സഹയാത്രികൻ സ്വയരക്ഷയ്ക്കിടെ വെടിവെച്ചു കൊന്നു. യൂറോപ്യൻ യൂണിയനും USഉം തമ്മിലുള്ള വ്യാപാര താരിഫ് വിടവ് നികത്താൻ വാഷിംഗ്ടണിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി. ട്രംപ് റോമിലേക്ക്. സെപ്റ്റംബറിൽ UK സന്ദർശനത്തിനൊരുങ്ങി ഡൊണാൾഡ് ട്രംപ്. ചൈനീസ് നിർമ്മിത കപ്പലുകൾക്ക് പുതിയ പോർട്ട് ഫീസ് ഏർപ്പെടുത്തി അമേരിക്ക. നീക്കം ആഭ്യന്തര കപ്പൽ നിർമ്മാണ വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ചൈനയുടെ ആധിപത്യം തടയുന്നതിനും. GCC ഗതാഗത വാരത്തോടെ അനുബന്ധിച്ച് ഗതാഗത സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. മിഡിൽ ഈസ്റ്റിലെ പ്രധാന ഷോപ്പിംഗ് കേന്ദ്രങ്ങളിൽ ഒന്നായ മാൾ ഓഫ് എമിറേറ്റ്സ് വികസിപ്പിക്കുന്നു. മാളിൽ വരുന്നത് 500 കോടി ദിർഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ. സ്ത്രീകളെയും ഹിന്ദുക്കളെയും കുറിച്ചുള്ള അശ്ലീല തമാശയ്ക്ക് തമിഴ്നാട് മന്ത്രി കെ പൊന്മുടിക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് മദ്രാസ് ഹൈക്കോടതി. മുനമ്പം വിഷയത്തിൽ ക്രൈസ്തവ സഭാ ബിഷപ്പുമാരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തും. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.